ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര? 26 അല്ലേ? 26. എന്നാൽ ഈ 26 ലെറ്റേഴ്സ് എത്ര സൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ഉദാഹരണത്തിന് ക്യാറ്റ്, CAT, ക്യാറ്റ്. അവിടെ എ നമ്മൾ സൗണ്ടാണ് ഉണ്ടാക്കുന്നത്, ക്യാറ്റ്, ക്യാറ്റ്. എന്നാൽ GATE എങ്ങനെയാണ് പറയുക? ഗേറ്റ്. അവിടെ എ ഉണ്ടാക്കുന്ന സൗണ്ട് എ സൗണ്ടാണ്, എ സൗണ്ടാണ്. ഒരു ഡിഫ്തോങ് ആണ്, 2 വോവൽസ് ചേർന്ന ഒരു സൗണ്ട്, എ, ഗേറ്റ്, ഗേറ്റ്. അടുത്തൊരു വാക്ക് CAUGHT, കോട്ട്, കോട്ട്. അവിടെ എ ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യം കണ്ട അല്ല, എ അല്ല, പിന്നെന്താണ്? ഓ സൗണ്ടാണ്. അതുകൊണ്ടാണ് CAUGHT ഖോട്ട് എന്ന് പറയുന്നത്. ഖോട്ട്. നമ്മൾ ഖാത്ത് എന്നോ അല്ലെങ്കിൽ ഖൈറ്റ് എന്നോ അല്ല പറയുന്നത്, ഖോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എ ഉണ്ടാക്കുന്ന സൗണ്ട് ഓ സൗണ്ടാണ്. ഇനി അടുത്തൊരു വാക്ക് ഖ, CAR, ഖ. ഇവിടെ എ ഉണ്ടാക്കിയ സൗണ്ട് സൗണ്ടാണോ, എ സൗണ്ടാണോ, അല്ലെങ്കിൽ ഓ സൗണ്ടാണോ? അല്ല, പിന്നെന്താണ്? സൗണ്ടാണ്. ഖാർ, ഖാർ. ചിലടത്ത് ആറ് പ്രൊനൗൺസ് ചെയ്യും, ചിലടത്ത് ആറ് പ്രൊനൗൺസ് ചെയ്യില്ല. ഖാ. അപ്പോൾ ഇവിടെ എ ഉണ്ടാക്കുന്ന പല സൗണ്ടുകൾ നമ്മൾ കണ്ടു. ഒരു വാക്കൂടെ നോക്കാം. ABOUT. എന്താണത്? കറക്റ്റ്, അബൌട്ട് അല്ലേ? അല്ലാതെ നമ്മൾ കാറിൽ കണ്ട സൗണ്ട് അല്ല, അങ്ങനെ അബൌട്ട് എന്നല്ല നമ്മൾ പറയുന്നത്, എയ്ബൌട്ട് എന്നല്ല നമ്മൾ പറയുന്നത്, അബൌട്ട് എന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ചൊരു സൗണ്ടാണ് അബൌട്ട്. ചിലപ്പോൾ സൗണ്ട് പ്രൊനൗൺസ് ചെയ്യാറ് പോലും ഇല്ല ചില സെന്റൻസുകളിൽ പറയുമ്പോൾ, ബൌട്ട് എന്ന് നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ എ എന്ന് പറയുന്ന ലെറ്റർ പല സൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ 26 ലെറ്റേഴ്സ് ഇംഗ്ലീഷിൽ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് 44 സൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. എത്ര സൗണ്ടാണ്? 44 സൗണ്ട്സ്. 26 letters in English alphabet together make 44 English sounds. So, if you want to learn about these 44 sounds, join our IPA course.